ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ലങ്കാവിലെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ ഒരു ഫീമെയിൽ ഡോർമെറ്ററിയിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഭയങ്കര എസ്തറ്റിക് വൈബ് തരുന്ന ഒരു ഹോസ്റ്റലായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡോർമെറ്ററിൽ താമസിക്കുന്നത്. ഇവിടെ നമ്മൾ കുറേ രാജ്യത്തു നിന്നുള്ള കുറേ ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു കേട്ടോ. വിയറ്റ്നാം, കൊറിയ, ചെക്കസ്ലോവാക്യ, അങ്ങനെ കുറേ അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഒരു ബോട്ട് ടൂറാണ്, ഹാഫ് ഡേ ബോട്ട് ടൂർ. ഞാനൊരു ക്ലൂക്ക് വഴി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും വൈകി ചെല്ലുന്ന ശീലം ഞങ്ങൾ ഇവിടെയും തെറ്റിച്ചില്ല. ഈ ബോട്ടിലിരിക്കുന്നവരൊക്കെ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. കിലിം ജിയോ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്കൊരു 4 ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഒരു ക്രൊക്കഡൈൽ കേവ് ഉണ്ട്, ബാറ്റ് കേവ് ഉണ്ട്, പിന്നെ ഒരു ഈഗിൾ ഫീഡിങ് പോയിൻ്റ് ഉണ്ട്, പിന്നെ കുറേ ഇങ്ങനെ കണ്ടൽക്കാടുകളിലൊക്കെ ഉള്ള വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതൊരു സീയും റിവറും കൂടെ ചേരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. കിലിം റിവറും ആൻഡമാൻ സീയും കൂടെ ചേരുന്ന ഒരു ഏരിയ ആണ്. ഇതാണ് ആ ഒരു ജിയോ ഫോറസ്റ്റ് പാർക്കിൻ്റെ എൻട്രൻസ്, കിലിം ജിയോ ഫോറസ്റ്റ് പാർക്ക്. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ പാറകളാണ് കേട്ടോ. ഈ പാറകളിലൊക്കെ ഇങ്ങനെ പച്ച കളറിൽ ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് വർഷം കൊണ്ടുള്ള പാറകളാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഈ ഒരു റിവറിൻ്റെ നടുക്ക് ഇങ്ങനെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഇതുപോലെയുള്ള പാറകൾ പല രൂപത്തിലും പല ഷേപ്പിലും പല കളറിലും ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ചിലതിങ്ങനെ ബ്ലാക്കായിട്ട്, ചിലത് ഫുള്ളിങ്ങനെ ഗ്രീനായിട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബാറ്റ് കേവ് ആണ്. ബാറ്റ് കേവിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബാറ്റ് കേവിൻ്റെ എൻട്രൻസിലെത്തി. ചെറുതായിട്ടൊരു മഴച്ചാറ്റലുണ്ട്. അപ്പം ഞങ്ങളൊരു റെയിൻ കോട്ടൊക്കെ മേടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ കേവ് നിറയെ വവ്വാലുകളാണ്. അപ്പം നമ്മൾ സൗണ്ടൊക്കെ ഉണ്ടാക്കാതെ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ വേണം പോകാനായിട്ട്. മലേഷ്യയിൽ വരുന്നവരെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് കേട്ടോ ഇത്. ഇതുപോലെയുള്ള കുറേ ബോട്ട് ടൂർസ് അവൈലബിൾ ആണ്. ഞങ്ങളിപ്പോൾ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹാഫ് ഡേ വിത്തൗട്ട് മീലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആയിട്ടുണ്ടായിരുന്നത് ഒരു 1150 രൂപയാണ് ഓരോരുത്തർക്കും ആയിട്ടുണ്ടായിരുന്നത്. ഒരു 3000-നൊക്കെ കുറച്ചും കൂടെ നല്ല പിന്നെ ടൂർസ് അവൈലബിൾ ആണ്. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോർക്ലിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കുറേ ഐലൻഡ്സിലൊക്കെ കൊണ്ടുപോകും. ഈ ഒരു ബാറ്റ് കേവിലേക്ക് വരുന്നതിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. നമ്മുടെ നാട്ടിൽ ഒരു 50 രൂപയാണ് ഇവിടുത്തെ ഒരു ടിക്കറ്റ് ചാർജ് വരുന്നത്. ഒരു 20 മിനിറ്റ്സ് ആണ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെ ഈ ഒരു കേവിനുള്ളിലേക്ക് നമുക്ക് ഇറങ്ങി പോകാം. പക്ഷേ ഇവിടെ വെള്ളം കൂടി കിടക്കുമായതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ല. അടുത്ത നമ്മൾ ക്രൊക്കഡൈൽ കേവിലേക്കാണ് പോകുന്നത്. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ഫുൾ ക്രൊക്കഡൈൽസ് ആണെന്ന്. അങ്ങനെയല്ല, ഈ ഒരു ഷേപ്പ് കൊണ്ടാണ് കേട്ടോ ഇതിന് ക്രൊക്കഡൈൽ കേവ് എന്നുള്ള പേര് വന്നത്. ഇവിടെയും വെള്ളം കൂടി കിടന്നതുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമുക്ക് ആ കേവിനുള്ളിലേക്ക് പോകാമായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈഗിൾ ഫീഡിങ് പോയിൻ്റ് ആണ്. ഇവിടെ കുറേ ഭയങ്കര ഇവർ ഫുഡ് എന്തോ ഇങ്ങനെ കൊടുക്കും. അപ്പം ഒരുപാട് പരുന്തുകൾ ഇങ്ങനെ വരും. നല്ല റെഡ് കളറാണ് കേട്ടോ ഈ പരുന്തുകൾ. വയറിൻ്റെ പോർഷനിലൊക്കെ നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് പോലെ തോന്നിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ബോട്ട് ടൂർ അവസാനിപ്പിച്ചു.